ഹർത്താലാവട്ടെ, റോഡ് ഉപരോധമാവട്ടെ, ധർണയാവട്ടെ, ഒരുവിധപ്പെട്ട സമരാഭ്യാസങ്ങൾക്കെല്ലാം ഇവിടെ ഇടമുണ്ട്. എന്നാൽ മനുഷ്യരുടെ ക്ഷമ പരീക്ഷിക്കരുത്. സത്യത്തിൽ അതാണ് ഈ പോയ ഹർത്താലിൽ കേരളം കണ്ടത്. ശബരിമല വിഷയത്തിൽ ഹർത്താൽ എണ്ണം 1/2 ഡസൺ ആയപ്പോഴാണ് ഹർത്താൽ അനുകൂലികളെ ജനം കണ്ടം വഴി ഓടിച്ചത്. ആകെ മൊത്തം ചർച്ചയായതും നമ്മൾ കണ്ടതും ഈ വിഷയത്തിൽ രണ്ടു പക്ഷം നിൽക്കുന്ന CPM BJP തെരുവ് യുദ്ധങ്ങളുടെ ദൃശ്യങ്ങളായിരുന്നുവെങ്കിലും ഹർത്താൽ വിരുദ്ധ വികാരം നന്നായി പ്രതിഫലിച്ച പലതും കാട്ടിത്തന്നു ആ പോയ പകൽ. സുവർണ അവസരമെന്നെല്ലാം പറഞ്ഞ് സമരാഭാസങ്ങളുമായി ജനത്തിന്റെ നെഞ്ചത്ത് കയറുന്നവർ ഇനി ജാഗ്രത. അതിരു കടന്നാൽ ആരും അടങ്ങിയിരിക്കില്ല. ഹർത്താൽ പകലിൽ കണ്ട ചിലതുണ്ട്. വടക്കുനിന്ന് തുടങ്ങാം. പയ്യന്നൂരിൽ രാവിലെ തുടങ്ങുന്നു ഹർത്താൽ അനുകൂലികളുടെ പ്രകടനം. വരവേറ്റതാവട്ടെ ഇരട്ടിയോളം വരുന്ന നാട്ടുകാരടക്കം അണിചേർന്ന ഹർത്താൽ വിരുദ്ധരുടെ പ്രകടനം. ഇനി മിഠായി തെരുവിലേക്ക്. കോഴിക്കോടിന്റെ വ്യാപാര ഹൃദയം. തെരുവ് കത്തുമ്പോഴും കട തുറക്കാൻ ആളെത്തി. പിന്നെ കണ്ടത് കലാപമാണ്. ഹർത്താൽ അനുകൂലികൾ എത്തുന്നു, കല്ലെറിയുന്നു, കണ്ടതെല്ലാം അടിച്ചു പൊളിക്കുന്നു. എണ്ണാവുന്ന പോലീസ് മാത്രമായതിനാൽ കടകളടച്ച് അവർക്ക് പോകേണ്ടി വന്നു എന്നതാണ് സത്യം. എടപ്പാളിൽ നിന്നാണ് മറ്റൊരു കാഴ്ച. സമരാനുകൂലികളുടെ പ്രകടനം വരുന്നു. ഒരു സംഘം ആളുകൾ അവരെ തുരത്തി ഓടിക്കുന്നു. തുരത്തി ഓടിച്ചത് മാത്രമല്ല, ഞങ്ങൾ തിരികെ എത്തി തിരിച്ചടിച്ചതും കാണിക്കണോ എന്ന ആക്രോശം ശരിയാകാം. അതും കാണിച്ചു തന്നെ പോകാം. ഇനി ആലപ്പുഴയിലെ ഹരിപ്പാട്ടെ കുടുംബശ്രീ പ്രവർത്തകരുടെ ഇടയിലേക്ക്. തൊഴിലുറപ്പ് പദ്ധതി തടസ്സപ്പെടുത്താനെത്തിയ സമരക്കാരെ സ്ത്രീകൾ തന്നെ കൈകാര്യം ചെയ്തു. കൊല്ലം നെടിയറയിൽ കടയടപ്പിച്ചേ പോകൂവെന്ന വാശിയിലെത്തിയവരെയും നാട്ടുകാർ തന്നെ മടക്കി അയച്ചു. ഒടുവിൽ ഒന്നുകൂടി അങ്ങ് തമിഴ്നാട് കേരള അതിർത്തിയിലെ കളിയിക്കാവിളയിൽ KSRTCയെ കല്ലെറിയാനെത്തിയ ഹർത്താൽ അനുകൂലികളെ SI വിരട്ടിവിട്ടു. ആംബ്ലയായിരുന്ന വണ്ടിയെ തുടര എന്ന് SI. മിഠായി തെരുവിൽ കട തുറന്നിട്ട് എന്തായി? എടപ്പാളിൽ തുരത്തി ഓടിച്ചത് മാത്രമല്ലല്ലോ, തിരിച്ചടിച്ചതുമില്ലേ? അത് കാണിക്കാത്തത് എന്താണ് എന്നിങ്ങനെയെല്ലാം ഇതിനെതിരെ വാദിക്കാം. ശരിയാണ്, പാതി മാത്രം കാണിച്ചു നിർത്തുകയൊന്നുമല്ല. ഇക്കണ്ട ദൃശ്യങ്ങൾക്കെല്ലാം മറുപാതിയുമുണ്ട്. ഇനിയും നഷ്ടം സഹിക്കാനാവില്ലെന്ന് പറഞ്ഞെത്തിയ കച്ചവടക്കാരുടെ നഷ്ടം കൂടുക തന്നെയായിരുന്നു. സംരക്ഷകരായ പോലീസ് വിരലിലെണ്ണാവുന്നവരായതിനാൽ കലിപൂണ്ടവർ കടയെല്ലാം തകർത്തിട്ടുണ്ട്. ഒരു വിലാപയാത്രയിലൊന്നും തീരാത്തത്ര നഷ്ടം KSRTCക്കുമുണ്ട്. എടപ്പാളിലേത് ആ ദൃശ്യങ്ങളിൽ തീരുന്നില്ല. അടിയും തിരിച്ചടിയുമായി അത് തുടർന്നിട്ടുണ്ട്. 1-2 തൊഴിലുറപ്പുകാർ ചെറുത്തു നിന്നതൊഴിച്ചാൽ അന്ന് ജോലിയില്ലാതെ വലഞ്ഞവരുമേറെയുണ്ട്. ജയിച്ചത് കർമ്മസമിതിയുടെ കയ്യൂക്ക് തന്നെയാണ് സുഹൃത്തെ, തോറ്റത് പാവം ജനങ്ങളും. പക്ഷേ ആ കയ്യൂക്ക് ജനാധിപത്യത്തിലെ ജയമല്ല.
ശബരിമല കത്തി നിൽക്കുമ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ 2 നഗരസഭാ ഡിവിഷനുകളിലായി BJPക്ക് ലഭിച്ചത് 19 വോട്ടുകൾ മാത്രമാണെന്ന് മറക്കരുത്. സുവർണാവസരം നോക്കിയിരിക്കുന്നവരിൽ നേതാക്കൾ മാത്രമല്ല, സമ്മതിദായകരുമുണ്ട്. സംഭവം സുവർണാവസരമൊക്കെയെങ്കിലും സഹനത്തിന്റെ നെല്ലിപ്പടിയിൽ വന്ന് കുത്തിയിളക്കരുതെന്ന് സാരം. വിധി വന്നപ്പോൾ ഹർത്താൽ, വിധി നടപ്പാക്കാൻ ശ്രമിച്ചാൽ ഹർത്താൽ, വിധിക്കെതിരായ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്താൽ ഹർത്താൽ. ഇനി ഇക്കാലയളവിൽ ആരെങ്കിലും കുഴഞ്ഞു വീണു മരിച്ചാലോ ആത്മഹത്യ ചെയ്താലോ ഹർത്താൽ. ഇങ്ങനെ എത്ര വട്ടം ഈ നാടിന് നിശ്ചലമാകേണ്ടി വന്നു. നാമജപം മാത്രമേയുള്ളൂ, നാടു കത്തിക്കാനൊന്നുമില്ലെന്ന് പലകുറി പറഞ്ഞിട്ടും എത്ര വട്ടം ഈ തെരുവുകൾ യുദ്ധസമാനമായി. ശരണം വിളി ശാന്തിയെടുത്ത എത്ര ദിവസങ്ങൾ, എത്ര മാധ്യമങ്ങൾ മാത്രം ആക്രമിക്കപ്പെട്ടു. പ്രക്ഷോഭമാകാം, പക്ഷെ ഭീകരതയോട് വിയോജിക്കാതെ വയ്യ. അത് ആഹ്വാനം ചെയ്യുന്നവരെ ബഹിഷ്കരിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഒപ്പം സഹജീവികൾ ആക്രമിക്കപ്പെടുമ്പോൾ ആക്രമിച്ചവരുടെ ശബ്ദം കേൾപ്പിക്കാൻ മൈക്ക് നീട്ടി നൽകുന്നതോളം വലിയ വർഗവഞ്ചനയുണ്ടോ? ആയതിനാൽ ബഹിഷ്കരണത്തിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യാൻ വരണ്ട. ധാർമ്മികതയും ഉത്തരവാദിത്വവും ഏറ്റവും കൂടുതൽ പുലർത്തേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. സമൂഹത്തോടുള്ള സമീപനം എന്തായിരിക്കണമെന്നതിലും ആദ്യം പുനർവിചിന്തനമാകാം. ഒപ്പം ഔചിത്യത്തോടെ പ്രയോഗിക്കേണ്ട ഒരു സമരമുറ തോന്നുംപടി ദുരുപയോഗം ചെയ്താൽ ഇനി ഈ സമൂഹം ഉണരുമെന്നതും ഓർത്താൽ നേതാക്കൾക്ക് നല്ലത്. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യമികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.